കുറച്ച് ലോങ്ങിനെടുക്ക്. എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. എൻ്റെ സ്വന്തം നാടായ കാസർഗോഡിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്യുകയാണ്. ആരാണ്? ഏകദേശം 2 ലക്ഷം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും റീൽസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു താരമാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത്. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അതിൻ്റെ കാരണം ഞാൻ വിശദമായി പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ചിലർ വിചാരിക്കുന്നത് എല്ലാ ദിവസവും റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാ ദിവസവും റീൽസ് അപ്ലോഡ് ചെയ്യുന്നവർ അവരുടെ ലൈഫ് നല്ല അടിപൊളിയാണ്, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ എപ്പോഴാണ് അവരെപ്പോലെ ആവുന്നത് എന്നാണ് ചിലർ വിചാരിക്കുന്നത്. അവർക്കുള്ള പാഠമാണ് ഈ ഒരു മരണം. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ്. ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം ഞാൻ പ്ലേ ചെയ്തുതരാം. അതായത് ഈ പെൺകുട്ടി മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് കാണണം. അതായത് അത്രമേൽ ആ വീഡിയോയിൽ ചിരിക്കുന്ന ഈ ഒരു യുവതി ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്? ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാം. ഈ കേസിനെ കുറിച്ച് ഞാൻ നല്ലോണം അന്വേഷിച്ചു. ഞാനിപ്പോൾ 2-3 ആൾക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഈ പൊന്നുമോളിട്ട ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം കാണണം. ഓക്കെ, കാസർഗോഡ് ടൗണിൽ ഫുള്ള് ബസ്സള ഗൈസ്. ഹേ ഗൈസ്, അപ്പൊ ചൂറ് ബസല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ഇട. ബസല എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ലേ വെക്കുന്നത്. പക്ഷെ ഇന്ന് ഞമ്മ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ടിട്ട് ഒരു കറി വെച്ചെങ്ങണ്ടേ. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന കാര്യം പറയുന്നില്ല. കുറച്ച് ബഗിടപ്പയർ, തക്കാളി, നീരുള്ളി, ഒരു പച്ചമുളക്. ഇനി ബഗിടപ്പയർ എന്ന് പറയും പയറിന്. അതിന് വേഗം വെക്കുക. പിന്നെ ഇതിനുള്ള അരപ്പിന് തേങ്ങ എടുക്കുക. അതായത് എത്ര തേങ്ങ വേണോ അത്ര തേങ്ങ എടുക്കുക. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി, കൊത്തമ്പാരി പൊടി, ഗരം മസാല, പിന്നെ 4-5 മുളകില്ലേ ചുട്ടിട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി അനുസരിച്ചിട്ടിട്ടാൽ മതി. ഒരു പച്ചമുളക് ഇട്ടിട്ട് അതിനെ അരച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മളെ ബഗിടപ്പയർ വേകുമ്പോഴേക്ക് നമ്മൾ ബസള ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ടാവില്ല. ബസള വേകാൻ കുറേ ടൈം വേണ്ട. ബസള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നോക്കിയിട്ടിടാം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്ര അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. പിന്നെ ഇതിന് കടു വറുക്കുന്നില്ലേ, വെള്ളുള്ളിയും കടും, പിന്നെ ഒരു 2 മുളക് ഇടിമുളകിനെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല അങ്ങനെ കടു വറുത്തിട്ട് വേറെ തന്നെ മണം വരും. പിന്നെ കരിയാമ്പ് ചപ്പല ഞാൻ അതിൻ്റെ മീത്തൊക്കെ ഇടുന്നത് കടു വറുത്തിട്ടായിട്ട് അതൊരു കരിയുന്ന എണ്ണയിൽ. അങ്ങനെ ഞങ്ങളെ ബസള കറിയുടെ റെഡി ആയി. നല്ല ബസളൻ്റെ തണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ ഞം തിന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കാം ഇതേപോലെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 2-3 ദിവസം മാത്രമാണ്. ആരെങ്കിലും വിചാരിച്ചോ ഈ ഒരു പെൺകുട്ടി 3 ദിവസം കഴിഞ്ഞ് സ്വയം ജീവനൊടുക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കോ? എത്രമാത്രം ചിരിച്ചാണ് ഈ ഒരു പൊന്നുമോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതായത് നമ്മുടെ നാട്ടിൽ ആക്സിഡൻ്റായി മരിക്കുന്നുണ്ടെങ്കിലും ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിടാം, നമ്മളെല്ലാവരും മരിക്കുന്നവരാണ്, അങ്ങനെ മരിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഈ പൊന്നുമോൾ ഈ ഒരു പൊന്നുമോൾ 3 ദിവസം കൊണ്ട് ജീവനൊടുക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എന്തൊരു ചിരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ വളരെ വളരെ വേദനയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. അതായത് ഈ പൊന്നുമോൾ ഒരു വാർത്തയുടെ ക്ലിപ്പുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ക്ലിപ്പുണ്ട്, അത് ഞാൻ വെച്ച് തരാം. അതായത് ഈ പൊന്നുമോൾ ഡിവോഴ്സാണ്. 1 മാസം മുമ്പാണ് ഡിവോഴ്സ് ആയത്. ഒരു പിഞ്ചോമന പൈതലുണ്ട് ഈ ഒരു പൊന്നുമോൾക്ക്. അതായത് കുടുംബ പ്രശ്നമാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, 90%. അതായത് ഡിവോഴ്സായിട്ട് ഭർത്താവുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കാസർഗോഡിൽ ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു എഴുതിയ ഒരു ക്ലിപ്പുണ്ട്, ഒരു ചങ്ങായി അയച്ചതാണ്, നിങ്ങൾ നോക്കൂ. അതായത് കുടുംബ പ്രശ്നമാണ് ജീവനെടുക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ചങ്ങായി അയച്ചതാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. 3 ദിവസത്തെ ദുനിയാവാണ്. ഒരു കാര്യം പറയുകയാണ്, നല്ല രീതിയിൽ വെളുത്തിട്ട് എല്ലാ ദിവസവും ചിരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ, അവരുടെ റിയൽ ലൈഫ് കറുത്തിട്ടാണ് പൊന്നു പ്രേക്ഷകരെ. അതും റീലും ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. ഓക്കെ, സത്യം പറഞ്ഞാൽ കരച്ചിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കോണ്ടന്റ് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വാർത്തയുടെ ഒരു ക്ലിപ്പും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. കാസർഗോഡ് ഇൻഫ്ലുവൻസർ ജീവനൊടുക്കി. ആദൂർ സ്വദേശി ചിന്നു പാപ്പുവാണ് ജീവനൊടുക്കിയത്. വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന
കെ രേഷ്മയാണ്, 24 വയസ്സുകാരിയാണ് മരിച്ചത്. ആദൂർ സ്വദേശിയാണെങ്കിലും ആദൂർ ആലന്തരക്ക സ്വദേശിയാണെങ്കിലും ഇവർ താമസിക്കുന്നത് കാസർഗോഡ് നഗരത്തിനടുത്തുള്ള ഉള്ളിയത്തടുക്കലെ വാടക ക്വാർട്ടേഴ്സിലാണ്. ഈ വാടക ക്വാർട്ടേഴ്സിലെ മുറിയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന്റെ മരണകാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നമ്മൾ ഈ പെൺകുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചിരുന്നു. അച്ഛനും സംബന്ധിച്ച് യാതൊരു അറിവുമില്ല, മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായി പറയുന്നില്ല. പക്ഷേ ഒരു മാസം മുമ്പ് വിവാഹമോചിതയായിരുന്നു. 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അത് ആ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് ഏതായാലും കാസർഗോഡ് പോലീസ് കേസെടുത്ത് വിശദമായി തന്നെ അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചിന്നു പാപ്പു എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സജീവമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റും 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാ അക്കൗണ്ടും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോളോ ചെയ്യുന്ന ആൾക്ക് വലിയൊരു ഞെട്ടലിലാണ് ഇങ്ങനെ ഒരു എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. കാരണം 2 ദിവസം മുമ്പാണ് ഇവരുടെ വീഡിയോ ഞാൻ കണ്ടത്. എൻ്റെ നാട്ടുകാരെയാണ്. നാട്ടുകാരെന്ന് പറയുമ്പോൾ കാസർഗോഡിൻ്റെ വീടിൻ്റെ അപ്പുറത്തൊന്നുമല്ല, കുറച്ച് കിലോമീറ്റർ സഞ്ചരിക്കണം. അതായത് ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ നിരന്തരം കാണുന്ന ഒരാളാണ്. എന്തൊരു ഹാപ്പിനെസ് ആണ്. ഇവർ ഡിവോഴ്സായ സംഗതി അടക്കം ഞാൻ ഇന്നാണ് അറിയുന്നത്. ഓക്കെ, അതൊക്കെ ഉള്ളിൽ ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടും അതൊന്നും ആർക്കും അറിയിക്കാതെ ഇവർ റീൽ അപ്ലോഡ് ചെയ്യുകയാണ്. എന്താണല്ലേ, ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. ഇത് കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്റെ മൂക്കിലേക്ക് പിടിക്കാം, എന്റെ മൂക്കിലേക്ക് കുറച്ച് ബാക്ക് പോ. അടുത്ത് വന്നിട്ട് ഗൈസ് നമുക്ക് കക്കരിക്കാല് കച്ചമ്പറാക്കി എങ്ങന്റെ ബാ. അപ്പൊ ഞങ്ങളെ കച്ചമ്പറാക്കാൻ പാണ്ടില്ലെങ്കിൽ ഒരു നീരുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, അതിന് ചെറുങ്ങനെ തെരിയായിട്ട് മുറിച്ചിട്ട് കുണ്ടൻ പാത്രത്തിൽ ഇട്ട് വെക്കാം. സോറി, ഇനി കുണ്ടുള്ള പാത്രത്തിൽ ഇട്ട് വെക്കാം. കുണ്ടൻ പാത്രം ഒന്നും ചെല്ലെങ്കിൽ കുറ്റം വേണ്ട. എന്നിട്ട് നമ്മളെ കക്കരിക്ക എടുക്കാം, മീത്തുള്ള കൂടി കൊത്തിച്ചാടാം. ഇനി കക്കരിക്കാന്ന് ചെല്ലാത്തവർക്ക് കുക്കുംബറന്ന് ചെല്ലാം. അപ്പൊ ഇതിന് മരം കൊത്തുന്നാക്കാൻ 4-5 സൈഡിൽ നിന്ന് കൊത്താം. എന്നിട്ട് ഇങ്ങനെ തരിക്കുക, ചെറിയ പുളാക്കിയിട്ടിടാം. പിന്നെ കുറേ ആൾക്കുള്ള സ്വഭാവം ലാസ്റ്റ് തീരാനാകുമ്പോൾ അതിൻ്റെ നടു പീസ് എടുത്തിട്ട് ഇതിങ്ങനെ ഞാൻ തിന്നുന്നതൊക്കെ ഞങ്ങൾക്ക് അത് ഉള്ള സ്വഭാവം കക്കരിക്കാൻ മുറിക്കുമ്പോഴേക്ക്. എന്നിട്ട് നമ്മളെ തൈരെടുക്കുക, കുറച്ച് കട്ട തൈര് ഫ്രിഡ്ജിലുണ്ടായത് എടുത്തിട്ട് ഈ മുറിച്ച കക്കരിക്കയില്ലേ പാത്രത്തിൽ വെച്ചിനല്ലോ, ഒരു പാത്രത്തിൽ അതിലേക്ക് നമ്മളെ തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ മുറിച്ച് വെച്ച നമ്മളെ പച്ചമുളക്, തക്കാളി, നീരുള്ളി എല്ലാം ഇട്ടിട്ട് മിക്സാക്കുക. ഉപ്പ് നോക്കിയിട്ടിടാം. ഞാൻ ഉപ്പിട്ടത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ. എന്താ പറഞ്ഞെങ്കിൽ ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിന് ഓൾറെഡി മുറിക്കുമ്പോഴേക്ക്. എനിക്ക് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് പാങ്ങനെ ഇളക്കിയിട്ടായിട്ട് ഒരു 2 മിനിറ്റ് മാറ്റി വെച്ചിട്ട് തിന്ന ഗൈസ്, അടിപൊളി ടേസ്റ്റ്. നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ എന്തെങ്കിലും പേര് ചെല്ലുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാം. നമ്മളിവിടെ കച്ചമ്പറ് ചെല്ലും, കച്ചമ്പറ് അങ്ങനെ ചെല്ലും. പിന്നെ എന്ത് ചെല്ലുതൊക്കെ. ഒരു കാര്യം പറയാണ്, എനിക്ക് പേഴ്സണലി ചെറിയൊരു സംശയമുണ്ട്. നമുക്ക് കിട്ടിയ വിവരം കുടുംബ പ്രശ്നമാണ് ആത്മഹത്യ ചെയ്തത് എന്ന്. പ്രിയ പോലീസിനോട് ഒരു കാര്യം പറയുകയാണ്, ഈ കേസ് അന്വേഷിക്കണം. അതായത് കൊലപാതകമാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഞാനിപ്പോൾ പ്ലേ ചെയ്ത 3-4 വീഡിയോസ് ഉണ്ടല്ലോ, ഈ 4 വീഡിയോസും ഒരാഴ്ചക്കുള്ളിലാണ് ഈ പൊന്നു സഹോദരി അപ്ലോഡ് ചെയ്തത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, 4 ദിവസം കഴിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നവനാണെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമോ? അതായത് ഭ്രാന്ത് അപ്ലോഡ് ചെയ്യുമോ? ഇല്ല. അതായത് ഇവർ 2 ദിവസം മുമ്പടക്കം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അതായത് ഡിവോഴ്സ് ആയിട്ട് 1 മാസമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിവോഴ്സ് ആയിട്ട് 1 മാസമായാൽ ഇന്ന് എന്തിന് ആത്മഹത്യ ചെയ്യുന്നു? എൻ്റെ മാത്രം സംശയമാണ്. അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന് എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ.